ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും കുടുംബത്തിനൊക്കെ സുഖമാണ്, റാഹത്താണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, പിന്നെ സ്വാലിഹത്തായ ഇണയെ കിട്ടാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്യാത്തവരാണെങ്കിൽ പിന്നെ ഈ ഒരു ദിക്റില്ല, ഈ ഒരു ദുആ ഇല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക കേട്ടോ. എല്ലാ നിസ്കാരത്തിന് ശേഷം ഇല്ലേ 3 തവണ നിസ്കാരപ്പായിൽ ഇരുന്ന് ചെല്ലണമെന്നില്ല. നിസ്കാരം ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അറിയോ, 3 തവണ ഒരു നിസ്കാരപ്പായിൽ ഇരുന്ന് ചെയ്താൽ അത്രയും ഫലമാണ്. 3 തവണ ഈ ഒരു എന്തുവാ ഈ ഒരു വലിയ ദിക്കറാണ്. വലുതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫലം കേട്ടോ ഞാൻ പറയുന്നത്. ദിക്കർ 1-2 വരികയേ ഉള്ളൂ, പക്ഷേ ഇല്ല, ഇതിൻ്റെ ഫലം അത്ഭുതമാണ്. നമ്മളെ ജീവിതത്തിൽ നമുക്ക് അത്ഭുതം മാറ്റം വരും. എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഈ ഒരു ദുആ പതിവാക്കിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഭർത്താവിനായാലും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നത് കൊണ്ടില്ലേ, നമ്മുടെ ഭർത്താവാണ് ചെല്ലുന്നതെങ്കിൽ ഭാര്യയും മക്കളും നന്നായി കിട്ടും. ഈ ചെല്ലുന്ന ആൾ നന്നായി കിട്ടും. അതേപോലെ ഭാര്യയാണ് ചെല്ലുന്നതെങ്കിൽ മക്കളും ഭർത്താവും ഈ ചെല്ലുന്ന ഭാര്യയും സ്വഭാവം, നമ്മുടെ സ്വഭാവത്തിൽ എല്ലാവരുടെ സ്വഭാവത്തിലും ചില നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം ഈ ഒരു ദുആ പതിവാക്കിയാൽ നമ്മുടെ ജീവിതം നമ്മളറിയാതെ അത്ഭുതകരമായി മാറ്റം കിട്ടും. സന്താനങ്ങളായാലും സ്വാലിഹായ മക്കളായി വളരും. അപ്പം ഈ ഒരു ദുആ നിങ്ങൾ പതിവാക്കണം കേട്ടോ ജീവിതത്തിൽ. അധികമൊന്നുമില്ലല്ലോ, 3 തവണയില്ലല്ലോ അല്ലേ. ഏറി വന്ന ഒരു മിനിറ്റും കൂടെ വേണ്ട ചെല്ലാൻ. പിന്നെ ഒരു സ്വാലിഹത്തായ പുരുഷൻ്റെ പുറകെ സ്വാലിഹത്തായ ഭാര്യ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ഒരു സ്വാലിഹത്തായ ഭാര്യയുടെ പുറകിൽ ഒരു സ്വാലിഹത്തായ ഒരു ഭർത്താവ് ഉണ്ടാവില്ലേ. അപ്പോൾ വീട്ടിലാണെങ്കിലും നമ്മളില്ലേ, ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും കറക്റ്റ് നിസ്കരിക്കുക, ഓതുക അല്ല, നല്ല കാര്യങ്ങൾ ചെയ്യുക, പിന്നെ ഒക്കെ ചെയ്യുക. നമുക്കൊരു ഈമാനല്ലേ വീട്ടിലല്ലേ, റാഹത്തായിരിക്കും ആ ജീവിതം അല്ലേ. അത്തരം വീട്ടിലില്ല നമ്മൾ റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ എന്താ പറയുക, കളിയാടുന്ന പറയുന്നത്. അപ്പം അള്ളാഹു എല്ലാവിധ ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും വല്ല മോശം സ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അള്ളാഹു സന്തോഷമുള്ള ജീവിതം തരട്ടെ അല്ലേ. ഇതാണ് കേട്ടോ ആ ഒരു ദുആ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയതന ഖുറത അയ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ഒരു ദിക്റില്ല, ഇതെല്ലാവർക്കും അറിയുന്ന ദിക്റായിരിക്കില്ല. ഇത് നിങ്ങൾ പതിവാക്കണം. എനിക്കറിയാം, ഞാൻ ചെല്ലാറുണ്ടെന്ന് പറയണ്ട, പക്ഷേ ഇതില്ല, ഈ ദിക്ർ നിങ്ങൾ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമല്ല 3 തവണ ചെല്ലിക്കണ്ട. ഉറപ്പായിട്ടും റബ്ബിനെ സാക്ഷിയാക്കി പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം കൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്കില്ലേ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകും. നല്ല മക്കളിലായാലും ചില മക്കളൊക്കെ ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ അതിനെ മക്കളനുസരിക്കില്ല. അവിടെ ഒന്നും എത്തണ്ട, അതിൻ്റെ മുമ്പ് തന്നെ ഉണ്ടോ. അൽഹംദുലില്ലാ, അത്ര ഒരവസ്ഥ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അൽഹംദുലില്ലാ. എന്താ വെച്ചാൽ ഞാൻ ഇത്രയും ദിക്റുകളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പതിവാക്കണം, മക്കളെക്കൊണ്ടും ചെല്ലിക്കലുണ്ട്. പിന്നെ എൻ്റെ മോന് ഇപ്പോൾ 9 വയസ്സായിട്ടുള്ളൂ. എൻ്റെ മോന് രാവിലെ എണീച്ചാൽ എൻ്റെ മോനെക്കൊണ്ട് ഞാൻ ഉറക്കുന്ന എണീക്കുമ്പോൾ ദുആ കഴിഞ്ഞിട്ട് ഞാൻ ഓതിപ്പിക്കുന്ന ദുആണ്. ഒന്ന് എന്താ പറയുക, പഠിക്കാനുള്ള ഒരു ദുആ ഉണ്ട്, അത് പിന്നെ ബുദ്ധി വർദ്ധിക്കാനുള്ള ദുആ ഉണ്ട്, അത് ഞാൻ ചൊല്ലിക്കാറുണ്ട്. അതേപോലെ റബ്ബി അർഹുമാ കമാ റബ്ബയാനി സ്വഗീറ, മാതാപിതാക്കൾക്കുള്ള ദുആ. അത് ഞാൻ ചോദിക്കും, ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്താൽ വേഗം മോനക്ക് അറിയും. അതുപോലെ ഈ ഒരു ദുആ ഞാനിപ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഇല്ല, ഒരു 4-5 ദിവസം നമ്മളൊന്ന് മെനക്കെട്ട മക്കൾ പഠിക്കും. അപ്പോൾ നിങ്ങളില്ല, ഈ ഒരു ദുആ നിങ്ങൾ പതിവാക്കുക. കല്യാണം കഴിച്ചവരാണെങ്കിലും ഉള്ള ദമ്പതികളെ നമ്മളെ എന്താ പറയുക, കഴിഞ്ഞവരാണെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും ഈ ഒരു ദുആ പതിവാക്കട്ടെ ജീവിതത്തിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും വിവാഹം ചെയ്യാൻ പോകുന്നവർക്ക് പിന്നെ നല്ല സ്വാലിഹത്തായ ഇണയെ അള്ളാഹു നൽകട്ടെ അല്ലേ. അതേപോലെ തന്നെ വിവാഹം ചെയ്തവരാണെങ്കിലും ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് അനുഭവിക്കുന്ന ഭാര്യമാരുണ്ടാവുമല്ലോ, അതുപോലെ ഭാര്യൻ്റെ സ്വഭാവം മോശമായിട്ട് അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അവർക്ക് എല്ലാവർക്കും അള്ളാഹു നല്ലൊരു ദാമ്പത്യ ജീവിതം, അള്ളാഹുവിൻ്റെ അനുഗ്രഹമുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ, ആമീൻ. പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇല്ലേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ട് എനിക്ക് അനുഭവമുള്ള എൻ്റെ അനുഭവങ്ങളാണ് എൻ്റെ ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അതേപോലെ എൻ്റെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണാൻ പറ്റുന്നവർ പോയി കാണുക കേട്ടോ. അതേപോലെ തന്നെ എന്താ പറയുക, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ മാഷാ അല്ലാഹ് എന്ന് അൽഹംദുലില്ലാ എന്ന് അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അതുപോലെ അള്ളാഹു എല്ലാവിധ പ്രയാസമായിരുന്നു, എല്ലാവിധ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു എല്ലാവർക്കും രക്ഷയും സമാധാനവും സന്തോഷവും നൽകട്ടെ, ആമീൻ. അതേപോലെ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് സ്വാലിഹത്തായ മക്കൾ അള്ളാഹു നൽകട്ടെ. എല്ലാവിധ മാനസിക വിഷമം എല്ലാവർക്കും രക്ഷയും സമാധാനം നൽകട്ടെ. അതേപോലെ എന്താ പറയുക, എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഈ ലോകത്തുള്ള എല്ലാ മുഅ്മിനുകളും മുഅ്മിനാത്തുകളും എൻ്റെ ദുആയിലുണ്ടാവും. ഞാൻ ദുആ ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു.